ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാൻ രാവിലെ എണീക്കുമ്പോൾ മിലോക്കുട്ടൻ ഇങ്ങനെ എന്നെ തന്നെ നോക്കി കിടപ്പുണ്ടാവും കേട്ടോ. അത് പിന്നെ നമ്മുടെ പക്ഷിക്കുഞ്ഞ് ഞാൻ എണീറ്റ് ലൈറ്റ് ഇട്ട് കാണുമ്പോൾ വേഗം അതാ തൊപ്പിക്കുള്ളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നോളൂ കേട്ടോ. പിന്നെ നേരെ നമ്മുടെ കയ്യിലേക്ക് വന്നോളൂ. ഇതൊരു ക്രിട്ടിക്കൽ ടൈമാണ് കേട്ടോ. അതിന് രാവിലെ തന്നെ അപ്പി മുട്ടു കേട്ടോ. അപ്പൊ അതിന് വേഗം അതിന്റെ ഇരുമ്പ് കൂട്ടിലേക്ക് വെക്കുവാണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ നിലത്ത് ഞാൻ ടിഷ്യൂ പേപ്പറും കൊണ്ട് പിന്നെ തുടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അതിനെ എടുത്ത് ഒരുപാട് ഓമനിക്കാൻ നിൽക്കില്ല, ഒരു ഉമ്മ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ കൂട്ടിലേക്ക് വെക്കൂ കേട്ടോ. അശ്വിന്റെ തറവാട് വീട് ഇവിടെ അടുത്താണേ. അവർക്ക് തോട്ടമുണ്ട്. അപ്പൊ ആ തോട്ടത്തിൽ നിന്ന് കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പഴമല്ല കേട്ടോ ഇത്, പക്ഷെ നമുക്ക് അച്ചാറിടാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. അത് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് മുഴുവൻ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അച്ചാറിട്ട് വെക്കണം. കുറേ ഞാനിങ്ങനെ പൂളി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് മഴക്കാലത്തൊക്കെ ഭയങ്കര നല്ലതല്ലേ, നല്ല ഒറിജിനൽ വിഷമൊന്നും ചേർക്കാത്ത മാങ്ങയാണല്ലോ. അപ്പൊ അതങ്ങനെ അതിന് നാളത്തെ പണിയാണേ. ഏറ്റവും രസമുള്ള കാര്യം എന്നാന്നറിയോ, ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ 4:30 എണീറ്റാണ്. പക്ഷെ സമയം പറന്നു പോവും. ഞാൻ രാവിലെ തിരക്ക് പിടിച്ചിവിടെ എനിക്ക് കുറേ പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ തിരക്ക് പിടിച്ച് ഓരോരോ ജോലികളായിട്ട് ഓടി നടക്കുമ്പോ പക്ഷെ എന്റെ തലയ്ക്ക് മുകളിൽ കിടന്ന് വെപ്രാളപ്പെട്ട എന്റെ ഒപ്പം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഞാൻ 6 മണിക്ക് മുമ്പ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഈ തന്നെ പൂച്ചപ്പഞ്ഞാണെങ്കിൽ നിലത്തോട് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വെപ്രാളം കാണിക്കുമ്പോഴേ ഇവരിത്തിരി വെപ്രാളം കാണിക്കുന്നത് ദൈവത്തിന് അറിയാട്ടോ. അങ്ങനെ 3 പേരും കൂടി ഒരാളെ തലയ്ക്ക് മുകളിലും ഒരാളെ നിലത്തോടെയും കിടന്നിട്ട് വെപ്രാളപ്പെട്ട് ഓടും. അത് കഴിഞ്ഞിട്ട് മിറ്റത്തിറങ്ങിയിട്ട് ഞാൻ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പൈപ്പ് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പും വലിച്ചുകൊണ്ട് മറ്റേ സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ അതിട്ടിട്ട് കുറെ ഭാഗം തോട്ടങ്ങ് നനഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് വലിച്ചുകൊണ്ട് ഓടുമ്പോഴത്തേക്കും ഡോഗ്സ് എന്റെ പുറകെ ഇത് ടെൻഷൻ അടിച്ച് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ നല്ല രസം കേട്ടോ. ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിരി വരും കേട്ടോ. നമ്മുടെ വെപ്രാളം ഇവരെല്ലാം ബാധിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം നമ്മുടെ പുറകെ ഇവര് കീരി വരുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ പൂവൻ കോഴി എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഇതുപോലെ ഈ കമ്പേ വന്നിരിക്കും കേട്ടോ. ഇത് താഴോട്ട് മുറ്റത്തോട്ട് ചാടി ഉറപ്പായിട്ടും അയറ ഇതിനെ കടിച്ചു കയറി. ഇതിന്റെ ഭാര്യമാരെ എല്ലാ അയറ കടിച്ചു കയറി കൊന്നുവിട്ട് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പൊ എനിക്കൊരു എക്സ്ട്രാ പണി. ഇതിനെ വന്നിട്ട് പിടിച്ച് ഞാൻ ഇതിന്റെ കൂട്ടിൽ കൊണ്ടിടണം. രാവിലെ ഇതിനെ തുറന്നു വിടണം. ഇതെങ്ങാനും മുറ്റത്തോട്ട് ചാടി ഇവിടെ ആലോചിച്ച് പിടിച്ചിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ അയറ ഇതിനെ തീർക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് 4:30 എണീറ്റതാണ് കേട്ടോ. ഇന്ന് കുറെ പാക്ക് ചെയ്ത് വിടാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. നാളെ വിഷു അല്ലേ, അവധിയല്ലേ പോസ്റ്റ് ഓഫീസ്. അപ്പൊ ഇന്ന് മാക്സിമം പാക്ക് ചെയ്ത് വിടുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നേ. പക്ഷെ സമയം പറന്നു പോവാ. എന്തോരം ഓടി നടന്ന് ജോലി ചെയ്തിട്ട് കുറെ ഉണ്ടാവില്ല നമുക്ക് അറേഞ്ച് ചെയ്യാനോ അത് ഇതൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ഓടുമ്പോ എന്റെ തലയ്ക്ക് മുകളിൽ ടുട്ടിപ്പശി ഇടുന്നതുകൊണ്ട് ഇതേപോലെ നമ്മുടെ ടെൻഷന്റെ അത് മുഴുവൻ ആവാഹിച്ച പോലെയാണ്. ഞാനിവിടെ അടുക്കളയിലേക്ക് സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് എന്റെ പുറകെ അങ്ങോട്ട് ഓടും. പിന്നെ ഞാൻ ഹാളിലേക്ക് വരുമ്പോ അങ്ങോട്ട്, അതുപോലെ നമ്മുടെ മഞ്ഞൾ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഓടി വരും. അങ്ങനെ അപ്പൊ നമ്മുടെ ക്യാറ്റും കുഞ്ഞാണെങ്കിൽ നിലത്തോട് കിടന്ന് ഇതേ സ്പീഡിൽ ഞാൻ ഓടുന്ന അതേ സ്പീഡിൽ കിടന്നോടുകൂടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എന്തിനാ ഇവര് രണ്ടും കൂടി ടെൻഷൻ അടിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര ഓട്ടം. ഞങ്ങൾ 3 പേരും കൂടി രാവിലെ ഇവിടെ കിടന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാറുന്നു കേട്ടോ. ഓരോരോ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്ക് എത്ര നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും സമയം പറന്നു പോവാണ് കേട്ടോ. കുറെ തുണി അലക്കിയതെല്ലാം ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം വേഗം ഒന്ന് മടക്കി വെച്ചു. അടുത്ത തുണി വാഷ് ചെയ്യാനിട്ടു. അതുപോലെ നമ്മുടെ ഡോഗ്സ് കുഞ്ഞുങ്ങളുടെ ഫുഡ് ഒന്ന് ചൂടാക്കാൻ വെച്ചു. ചോറുണ്ടായിരുന്നില്ല അവർക്ക്, അപ്പൊ അത് വേവിക്കാൻ വെച്ചു. അങ്ങനെ കുറെ ജോലികളുണ്ട് എനിക്ക് രാവിലെ ഓടി നടന്ന് ചെയ്യാനായിട്ട്. എന്നാലേ എനിക്ക് പാക്കിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ എന്റെ കൂടെ ഇവര് 2 പേരും കൂടി കിടന്ന് ഓടും. ഞങ്ങൾ 3 കൂടി രാവിലെ കിടന്ന് ഓട്ടാണ്. ഒരു സമയത്ത് എനിക്ക് ചിരി വന്നിട്ട് വയ്യാട്ടോ. ഇത് ഇവരുടെ ഓട്ടം കാണുമ്പോ ഞാൻ ആലോചിക്കണേ, ഞാൻ ടെൻഷൻ അടിച്ചാ പോരെ, ഞാൻ ഓടിക്കോളില്ല, ഇവർക്ക് എവിടെയും കുത്തിരിക്കാൻ പറ്റില്ല. ഇതിന് 2 കൂടി ഒരെണ്ണം ആകാശത്തേക്കടെ ഒരെണ്ണം ഭൂമിക്കടെ എന്റെ പുറകെ വിടുക. എന്റെ പെറ്റ്സുകളെല്ലാം കൂടി എന്നെ പോലെ എന്നെ രാവിലെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഒരു തരത്തിൽ രസം കേട്ടോ. നിങ്ങളിങ്ങനെ കൂട്ടുപുറകെ അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നേന്നോ, പണ്ട് അമ്മ ഇങ്ങനെ ജോലി ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ അമ്മേനെ വിട്ടുപോവാതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൂട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് വെക്ക്. എന്നിട്ട് അമ്മ ഇങ്ങനെ അരകല്ലിൽ അരയ്ക്കുമ്പോ എന്റെ ഓർമ്മയിലുണ്ട് അതൊക്കെ. അമ്മ ഇങ്ങനെ അരയല്ല നമുക്ക് അതേലും ഇങ്ങനെ അരയ്ക്കുമ്പോ അമ്മേന്റെ പുറകിൽ പോയി നമ്മൾ ചാരിക്കുക. അപ്പൊ ഒരേ പ്രാവശ്യം ഇങ്ങനെ അരയ്ക്കുമ്പോ നമ്മൾ നിന്ന് ആടും. ഒരു രസം. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുക, ഒരു രസം, ഒരു സുഖം. അങ്ങനെ എപ്പോ ഇങ്ങനെ നമ്മൾ ചൊറിഞ്ഞോണ്ട് അമ്മമാരുടെ പുറകെ അടക്കില്ലേ പിള്ളേര്. ആ അവസ്ഥയാണ് എന്റെ പെറ്റ്സുകൾ എന്റെ പുറകെ രാവിലെ വന്നിട്ട്. അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് കുറെ പാക്ക് ചെയ്ത് വിടാനുണ്ട്. നാളെ അവധിയല്ലേ 11. അപ്പൊ നമുക്ക് ഇത്രയും ഞാൻ ഇന്ന് സ്ലിപ്പ് എടുപ്പിച്ചിട്ടുണ്ട് അച്ഛനെ കൊണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത് വിടണം. ഒരു സ്ലിപ്പിൽ തന്നെ കുറെ എണ്ണം ഉണ്ട്. അത് അപ്പൊ ഞാൻ ഇങ്ങനെ ബുക്കിലേക്ക് രാവിലെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ ഇതിൽ എഴുതിയേക്കണത് കറക്റ്റ് ആണോ ഒന്നോടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടപ്പോ അതിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എപ്പോഴും കുറെ മത്തക്കുരു അങ്ങനത്തെ കുറെ കുരുക്കൾ മേടിക്കുന്ന. അപ്പൊ കുറെ പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചു, ചേച്ചി അതൊന്നും അടുത്ത വീഡിയോയിൽ പറയണേ, എന്തൊക്കെയാ ചേച്ചി കഴിക്കുന്നത്, എന്തിനാ അങ്ങനെ കഴിക്കുന്നത്, അതിന്റെ പ്രയോജനം എന്താന്നൊക്കെ ഉള്ളത് ഞാനൊരു ടോക്ക് കേൾപ്പിക്കാം, ഒരു ഡോക്ടറുടെ ടോക്ക്. ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ളതായതുകൊണ്ട് എനിക്ക് എന്തിനാ
ഇത് കഴിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ കുറെ പേർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നട്ട്സും ഇങ്ങനത്തെ മത്തക്കുരുവും അതുപോലെ വാട്ടർ മെലന്റെ കുരുവും അങ്ങനത്തെ കുറെ കുരുക്കൾ അങ്ങനത്തെ എന്തിനാ നമ്മൾ കഴിക്കണം, ഓവർ കഴിക്കരുത്. അതെന്തിനാന്നുള്ളത് പിന്നെ ഞാൻ ഒരു ഡോക്ടറുടെ ടോക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊന്ന് കേട്ടോളൂ. ഇത് അഥവാ ഇതിൽ വോയിസ് ഇല്ലെങ്കിൽ ഞാൻ ലൗഡായിട്ട് പിന്നെ ഞാൻ അതിൽ ആഡ് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ ലേഡീസ് പിള്ളേരടക്കം ഇങ്ങനത്തെ ഇതായി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ അടുക്കളയിൽ സംഭരിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഇത് കണ്ടോ, ചിയാ സീഡ്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ പാക്കറ്റിൽ നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ആശാളി അരിയും കരിഞ്ചീരകവും ഞാനിങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഞാൻ തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് കഴിക്കും. ഞാൻ ഇതിന് മുമ്പ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതാ നമ്മളിങ്ങനെ ആശാളി അരിയും കരിഞ്ചീരകവും സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ആശാളി അരി അങ്ങനെ റയർ ആയിട്ടേ കിട്ടുള്ളൂ. കരിഞ്ചീരകം പിന്നെ എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ പിന്നെ ഞാൻ മേടിച്ചു വെക്കുന്ന മത്തക്കുരു, പിന്നെ ഇതാ നമ്മുടെ സാധാരണ പോലത്തെ നട്ട്സ്. ഇത് വാട്ടർ മെലന്റെ കുരുവാണേ അത്. പിന്നെ ഇത് ഫ്ലേക്സ് സീഡ് മസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ. ഓരോന്ന് കഴിക്കുന്ന രീതിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് പിസ്തയുണ്ട്, പിന്നെ ഇതിൽ കുറച്ച് നട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അതിലൊരു ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റും പിന്നെ അതിൽ കുറച്ച് ഇച്ചിരി ഒരു പോയിസണസ് ആയിട്ടുള്ള എന്നുവെച്ചാൽ നോർമലി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷമുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. അത് പക്ഷെ കുതിരുമ്പം മുളയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അത് അപ്രത്യക്ഷമായി പോകും. അപ്പൊ അതിന് വേണ്ടി അത് നമ്മൾ കുതിർക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിലും വേറെ ഒരു കുരുവുണ്ട്, അതുപോലെ തന്നെ നട്ട്സും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുരുക്കളെല്ലാം ഇതാണ് ഞാൻ കുരുക്കൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം തീരുമ്പോ ഞാൻ ഇതിലിങ്ങനെ മേടിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളിത് നിറച്ചിട്ട് അടുക്കളയിൽ വെച്ചേക്കും. അപ്പം ചില സമയത്ത് ഇപ്പം നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഏകദേശം അതിനകത്തോട്ട് എടുത്തിടും. ഇല്ല ചിലപ്പോൾ കറികൾ വെക്കുമ്പോൾ, ചിലപ്പോൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആ ഇതിലേക്ക് കുറച്ച് ആശാളിയരി കരിജീരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിയാ സീഡോ അല്ലെങ്കിൽ ചിലപ്പോൾ വേവിച്ചോണ്ടിരിക്കുമ്പോൾ ഇച്ചിരി ഫ്ലേക്സ് സീഡോ അങ്ങനെയൊക്കെ അങ്ങ് എടുത്തിടും. എങ്ങനെയായാലും നമ്മുടെ ഉള്ളിൽ എത്തിയാൽ മതിയല്ലോ ആ രീതിക്ക്. ഫ്ലേക്സ് സീഡ് ഒക്കെ വറുത്ത് പൊടിച്ചു വെക്കുന്നവരുണ്ട്, അതൊക്കെ പിന്നെ വേവിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അതൊക്കെ അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ. ആശാളി അരിയും കരിഞ്ജീരകവും വറുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു സ്പൂൺ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഇതേപോലെ 1/4 ടീസ്പൂൺ വെച്ച് അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കുടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ആശാളി അരിയും കരിഞ്ജീരകവും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ചിയാ സീഡ് സെയിൽ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറച്ച് 50 ഗ്രാം ഒക്കെ, ഞാൻ സാധാരണ 100 ഗ്രാം മേടിക്കാം. അപ്പൊ 100 ഗ്രാം മേടിച്ച് വെച്ചാൽ കുറേ ദിവസത്തേനുണ്ട്. പിന്നെ തീരാനാകുമ്പോൾ വീണ്ടും 100 ഗ്രാം വെച്ച് മേടിക്കുമ്പോൾ അത്ര പൈസ ഒന്നും ആവത്തില്ല. അങ്ങനെയാണ് എല്ലാ തരം സീഡുകളും. ഇതാണ് ഈ കുരുക്കൾ ഞാൻ ഉദ്ദേശിച്ചത്. വാട്ടർ മെലന്റെ സീഡാണ്. മത്തക്കുരു ഒത്തിരി നല്ലതാണ്, മഗ്നീഷ്യത്തിന്റെ സോഴ്സ് ആണ്. അതുപോലെ ഫ്ലേക്സ് സീഡ് എല്ലാം, ഇത് ഈ പറഞ്ഞ എല്ലാം. പിസ്ത ഹാർട്ടിന്റെ ആരോഗ്യത്തിന് ബെസ്റ്റ് ആണ്. പക്ഷെ ഓവർ കഴിക്കരുത്, ഇതൊന്നും ഓവർ കഴിക്കരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ എല്ലാം കൂടി ആരോഗ്യം കൂടുന്നതിനോർത്ത് വാരി വലിച്ചു കഴിച്ചാൽ ഇതിൽ ഒത്തിരി ഡൈജഷന്റെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഫ്ലേക്സ് സീഡ് ഒക്കെ കുറെ കഴിച്ചാൽ നമുക്ക് ഒരുമാതിരി വൊമിറ്റ് ചെയ്യാൻ വരെ വരും. അങ്ങനെയൊക്കെയാ. ചിയാ സീഡ് ഒന്നും ഓവർ കഴിക്കരുത്. എല്ലാം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മാക്സിമം, അത്ര കഴിക്കണ്ട. 1/4 ടീസ്പൂൺ വെച്ചെല്ലാം ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കുക. ഈവൻ നട്ട്സ് ഒക്കെ ആണെങ്കിൽ കുറെ കഴിക്കരുത്. ബദാം ആണെങ്കിൽ 4 ഒരു ദിവസം മതി, അതിൽ കൂടുതൽ കഴിക്കരുത്. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ചോണം കേട്ടോ. ഓവർ കഴിച്ച് കൊളാക്കിയരുത്. ഇനി ഞാൻ ആ ടോക്കൊന്ന് കേൾപ്പിക്കാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മിനറൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ കുറവ് കാരണം ക്രാം അല്ലെങ്കിൽ സ്പാസം ഉണ്ടാവും. നെർവ് സിഗ്നൽ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നു. മൂഡ്, മെമ്മറി, ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ. കണ്ടോ? അതായത് നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ കാലിന് സ്പാസം ഉണ്ടാവും, നടക്കുമ്പോൾ പോലും അങ്ങനെ ചില സമയത്ത് നമുക്ക് സ്പാസം ഉണ്ടാവും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ സഹായിക്കും. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് റിതം നോർമൽ ആക്കാനും ഹെൽപ്പ് ചെയ്യും. കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടി ബോൺ ഹെൽത്തിനെ സഹായിക്കുന്നു. ഇത് മഗ്നീഷ്യം ആണ്, എ വൈറ്റൽ മിനറൽ ആൻഡ് ഇലക്ട്രോൺ. ഒരു കാര്യം, ചില സമയത്ത് നമ്മൾ ഒരു 40 വയസ്സൊക്കെ ആയി ഇനി നന്നായിട്ട് കാൽഷ്യം ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് കാൽഷ്യം ഗുളിക മേടിച്ച് കഴിക്കും. ചില സമയത്ത് പാലൊക്കെ കൂടുതൽ കഴിക്കും, ചീസ്, തൈര് എല്ലാം കഴിക്കും. കാൽഷ്യം കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് എല്ലിനും പല്ലിനും വേണം, കാലിനും ബലം വേണം. പക്ഷേ ഈ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഇത് അബ്സോർവ് ആവണല്ലോ. അബ്സോർവ് ആയി നമ്മുടെ ബ്ലഡിലേക്ക് എത്തി നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അതിന്റെ പ്രയോജനമുള്ളൂ. അങ്ങനെ അബ്സോർവ് ആവണമെങ്കിൽ മഗ്നീഷ്യം മസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം. ഒന്നൊന്നിനോട് പൂരകമായിട്ട് നമ്മുടെ ശരീരത്തിൽ എല്ലാം, അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഒരു സാധനം മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. അതിനെ അബ്സോർവ് ചെയ്യണമെങ്കിൽ അത് വേറൊരു സാധനം കൂടി നമ്മുടെ ശരീരത്തിൽ വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. അതിന്റെ കാര്യം പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മിനറൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ കുറവ് കാരണം ക്രാംപ് അല്ലെങ്കിൽ സ്പാസം ഉണ്ടാവുന്നു. നെർവ് സിഗ്നൽ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നു.
മൂഡ്, മെമ്മറി, ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് റിതം നോർമൽ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടി ബോൺ ഹെൽത്തിനെ സഹായിക്കുന്നു. ഇത് മഗ്നീഷ്യം ആണ്, എ വൈറ്റൽ മിനറൽ ആൻഡ് ഇലക്ട്രോലൈറ്റ് ദാറ്റ് യുവർ ബോഡി നീഡ്സ് ടു ഫംഗ്ഷൻ പ്രോപ്പർലി എവറി ഡേ. 60% മഗ്നീഷ്യം സ്റ്റോർ ചെയ്തേക്കുന്നത് ബോൺസിലും സെൽസിലും, 1% മാത്രമേ ഉള്ളൂ ബ്ലഡിലും. നമ്മുടെ മഗ്നീഷ്യം ഇൻടേക്ക് കുറഞ്ഞാൽ ശരീരം ബോണിൽ നിന്നും സെൽസിൽ നിന്നും മഗ്നീഷ്യം പുള്ളി ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നോർമൽ ആണെന്ന് തോന്നുകയും പക്ഷേ സിംറ്റംസ് കുറയുന്നുമില്ല. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ആൽമണ്ട്, കാഷ്യൂ, ചിയ സീഡ്, സ്പിനാച്ച്, മുരിങ്ങയില, അവോക്കാഡോ, ബനാന, ഡേറ്റ്സ്, ഓട്സ്, ബീൻസ് ഇവയിലെല്ലാം മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഫുഡുകൾ ഡെയിലി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കേട്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഈ ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ മുരിങ്ങ ഞാൻ പറമ്പിൽ ഒരു 10-12 എണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നിന്ന് ഒടിച്ച് ഏകദേശം തീരുമ്പോൾ അത് കുറെ പൊങ്ങി പോകാതെ ഞാൻ കട്ട് ചെയ്ത് വിടും. അപ്പൊ നമുക്ക് താഴെ നിന്ന് നിലത്ത് നിന്ന് തന്നെ ഒടിച്ചെടുക്കാൻ പാകത്തിന് നിറയെ തളിരായിട്ട് അങ്ങനെ നിന്നോളൂ. അപ്പൊ ഒരു ദിവസം ഒരു 2-3 ദിവസം നമ്മളൊരു മുരിങ്ങ ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് അതിന്റെ കുറെ ഇലകൾ തീരും. അപ്പോഴത്തേക്ക് അടുത്ത് ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. അതിന് 10-12 എണ്ണം ഞാൻ മേടിച്ച് നട്ടിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ ടോട്ടലായിട്ട് കേട്ടോ. പിന്നെ നല്ല മഴക്കാലത്ത് അതിന്റെ കമ്പ് അങ്ങ് ഒടിച്ച് കുത്തുവാണെങ്കിൽ, എന്നാലും ഒടിച്ചു കുത്തിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെയും പിടിച്ചു കിട്ടും. അങ്ങനെ ഞാൻ കൂട്ടി കൊണ്ടുവന്ന 10-12 മുരിങ്ങയുണ്ട്. അത്ര നല്ല സാധനം, പ്രോട്ടീന്റെ ഒക്കെ സോഴ്സ് ആണ് മുരിങ്ങ. എന്തായാലും നിങ്ങൾ മുരിങ്ങ മേടിച്ച് നട്ടോണം കേട്ടോ. എവിടെയെങ്കിലും നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ചാട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് മേടിക്കണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നഴ്സറികളിൽ നിന്ന് മേടിച്ച് നട്ടോളൂ കേട്ടോ. അവോക്കാഡോന്റെ തൈ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ മേടിച്ചോളൂ. കാരണം ഒരു 3-3.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിധത്തിലുള്ള നല്ല ബഡ് തൈകളാണ് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത്. അതെന്തായാലും മേടിച്ചോളൂ. എന്താ പറയാ, മഗ്നീഷ്യത്തിന്റെ ഒക്കെ സോഴ്സ് ആണ് അവോക്കാഡോ എന്ന് പറയുന്നത്. അല്ലേ തന്നെ എന്തോ ഒരു വൈറ്റമിൻ മിനറലിന്റെ നിറം കൂടെ അവോക്കാഡോ എന്ന് അറിയോ. അതുകൊണ്ട് എന്തായാലും അത് മേടിക്കണം കേട്ടോ. പിന്നെ പഴം. പക്ഷെ ബനാന കഴിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് പെട്ടെന്ന് തടി കൂടും. ഷുഗർ ആണ് അത് ശരിക്കും പറഞ്ഞിട്ട്, ഷുഗർ കൂടും. അതുകൊണ്ട് ബനാന കഴിക്കൽ ഞാൻ കുറച്ചിട്ടുണ്ട്. ഓവർ തടിയൊക്കെ വെക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഷുഗർ ശരീരത്തിൽ കൂടുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ അതിന് പകരവും കൂടി ഇങ്ങനത്തെ ആകുമ്പോൾ ഇതിലേക്ക് ഷുഗർ ആഡഡ് ആവുന്നില്ലല്ലോ ശരീരത്തിന്. അപ്പൊ അതും കൂടി നോക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കണം. അപ്പൊ നമുക്ക് ഇത്രയും ഇന്ന് പാക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ടേബിളിലേക്ക് കൊണ്ടുവെക്കാം. ഇന്ന് നമ്മുടെ അടുത്ത് 2 ചെടി, ഒരെണ്ണം ഇത് നമ്മുടെ ബുഗീനിയ, പിന്നെ ഇത് ഒരു അവക്കോടന്റെ തൈ. ഇത്രയുള്ള അവക്കോടന്റെ തൈയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ആവശ്യമുള്ളവർ മേടിച്ചോളൂ. അപ്പൊ അത് 2 ഉണ്ട്. പിന്നെ ചെടികളായിട്ട്, പിന്നെ ബാക്കിയുള്ളതെല്ലാം അല്ലാത്ത സാധനങ്ങളാണ്. ഞാൻ എല്ലാം കൂടി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവെക്കട്ടെ. എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എന്തൊരു ചൂട് കാലാവസ്ഥയല്ലേ ഇപ്പൊ ഇവിടെ. ശരിക്കും ഭയങ്കര ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു, പച്ചവെള്ളം. അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടി. ശരിക്കും നമ്മളോട് കിടന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു 3-4 തവണ നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത ചാക്കിലേക്ക് ആക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ ബാച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. കുറെ സാധനങ്ങൾ ഓരോരുത്തരുടെ അഡ്രസ്സ് നോക്കി അവര് ഓർഡർ തന്നേക്കുന്ന സാധനങ്ങൾ എന്താണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓവറോൾ ഒന്ന് കാണിച്ചു തരാം. ബോറടിപ്പിക്കുന്നില്ല, ഓവറോൾ കാണിച്ചു തരാം. അപ്പൊ ഓരോരുത്തർ എന്തൊക്കെയാ മേടിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും. നമ്മുടെ അടുത്ത് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്, എന്തൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അടുത്ത ബാച്ച് ഇത് കഴിഞ്ഞിട്ട് പാക്കിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് എന്നിട്ട് ഇതുപോലെ ഇത് പാക്ക് ചെയ്തിട്ട് അടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വാട്സപ്പിൽ കുറെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഈ ഇടയ്ക്ക് ഒത്തിരി കൂടുതൽ സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും വോയിസ് മെസ്സേജ് വിടും, ചിലപ്പോൾ വിളിക്കും, കുറെ നേരം സംസാരിക്കും, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും. ആ കൂട്ടത്തിൽ കുറെ പേര് ചോദിക്കുന്ന കാര്യം, ചേച്ചി ഒരു ഡ്രസ്സാണ് മേടിച്ചു കിട്ടുന്നത്, ഓരോ വീഡിയോയിലും ചേച്ചിക്ക് വേറെ ഡ്രസ്സാണെന്ന്. സത്യമായിട്ടും കൂട്ടുകാരെ, ഞാൻ ഒത്തിരി വിലേന്റെ ഒന്നല്ല മേടിക്കുന്നത്, പക്ഷെ കുറെ ഡ്രസ്സ് മേടിക്കും കേട്ടോ. അതിലൊരു മനഃശാസ്ത്രവും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രെസ്സും ഡിപ്രഷനും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക, അതുപോലെ പുതിയ ഡ്രസ്സുകൾ മേടിക്കുക. അത് ലേഡീസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ് കുറയ്ക്കും, അതുപോലെ ഡിപ്രഷൻ കുറയ്ക്കും എന്നാ പറയുന്നത്. അത് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഇന്ന് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒറ്റപ്പെട്ട് സൗദി അറേബ്യയിൽ നിൽക്കുമ്പോൾ മുതലേ ഞാൻ ഈ ഒരു ശീലം ഉണ്ട് കേട്ടോ. ഇപ്പൊ 100 രൂപ നമുക്ക് സാലറി കിട്ടുന്നെങ്കിൽ അതിൽ ഒരു 70 രൂപ ഞാൻ സേവ് ചെയ്യും. പിന്നെ ഒരു 20 രൂപയ്ക്ക് ഫുഡ്, ആ രീതി. പിന്നെ ഒരു 10 രൂപയ്ക്ക് അടിച്ചുപൊളി. അതാണ് എന്റെ പോളിസി പണ്ട് മുതലേ കേട്ടോ. അപ്പൊ ആ 10 രൂപയ്ക്ക് അവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 2 റിയാൽ മുതൽ 10 റിയാൽ കൊടുത്താൽ ഒരു ജോഡി ഡ്രസ്സ് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ നമുക്കിപ്പോ എത്ര സാലറി ഉണ്ടോ അതനുസരിച്ച് ഇപ്പം 10,000-6,500 റിയാൽ സാലറി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10 രൂപ വെച്ച് 1-2 ഡ്രസ്സ് മേടിച്ചു നിർത്തോ എല്ലാ ആഴ്ച ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് മേടിക്കും. ഒരു 10 റിയാൽ 15 റിയാലിന്റെ അത്യാവശ്യം നല്ല ഡ്രസ്സ് മേടിക്കാം. നെറ്റിക്കിടുന്ന പോലത്തെ ഡ്രസ്സ്. പക്ഷെ നമുക്ക് ഇവിടെ
വരുമ്പോ അത് വേണേ പുറത്തു വിടാം. അങ്ങനത്തെ അവിടെയൊക്കെ നെറ്റിക്കിടുന്നവർക്ക് ഒരു ടൈപ്പ് അങ്ങനെ മേടിച്ചു കൂടി അന്ന് മുതലുള്ള ഡ്രസ്സ് എന്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ കുറെ സൂക്ഷിച്ചു നോക്കും. അത്രയ്ക്ക് ടൈറ്റായി നാശമായി, അല്ലെങ്കിൽ ഒന്നുകിൽ നാശമായി പോകണം, അല്ലെങ്കിൽ അത്രയ്ക്ക് ടൈറ്റായി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോഴാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. നശിപ്പിച്ച് കളയത്തില്ല, അങ്ങനെ കൊടുക്കും. ഒത്തിരി ഫാമിലി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ബ്രെയിൻ ഫോഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ വല്ലാത്തൊരു ബ്രെയിൻ ഫോഗിലേക്കാണ്. അതിന് കുറെ ലക്ഷണങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർക്കും. നമ്മൾ നേരെ അത് എടുക്കാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത മുറിയിലേക്ക് വരും. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. എന്തിനാ ഞാനൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളത് മറന്നുപോകും. ഞാനൊക്കെ എത്ര തവണ ഇങ്ങനെ സ്ട്രക്ക് അടിച്ചിട്ട് കിച്ചണിൽ ഇങ്ങനെ ഓടി വരും. എന്തോ ഒരു സംഗതി എടുക്കാനോ പറയാനോ എന്തിനുമായിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനത് മറന്നുപോകും അത് എന്തിനാന്നുള്ളത്. അത് ഞാൻ ഈ റൂമിലൊക്കെ നിന്നിട്ട് ഞാനില്ല ആളെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്ക്, എടാ ഞാനിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന്. അപ്പൊ ആവശ്യം വെച്ച് ചില സമയത്ത് 2-3 ഓപ്ഷൻ വരും കേട്ടോ. അമ്മ ഫോൺ എടുക്കാനാണോ വന്നേ, അല്ല അമ്മ മോട്ടറിന്റെ അലാം വെക്കാനാണോ വന്നേ. അപ്പൊ ഞാൻ പറയാല്ല. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിക്കുക, ഞാൻ കിച്ചണില് എന്തായിരുന്നു അതിന് മുമ്പ് ആലോചിച്ചോണ്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കും കേട്ടോ. ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പിടുത്തം കിട്ടും, ചിലപ്പോൾ ഞാൻ കുറെ നേരം എന്റെ കുറെ സമയം കളയേണ്ടി വരും അതിന് വേണ്ടി. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ളത് മറന്നുപോകും. അതാണ് ബ്രെയിൻ ഫോഗിന്റെ ഒരു ലക്ഷണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ സ്ട്രെസ് അടിച്ച് നമ്മുടെ ബോഡി മുഴുവൻ നീര് വെച്ച് വീങ്ങി. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം, നമ്മുടെ ശരീരത്ത് കാൽഷ്യം അബ്സോർവ് ആവില്ല. ഓവർ സ്ട്രെസ് ആയാൽ നമ്മുടെ കാൽഷ്യം അബ്സോർവ് ആവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അസ്ഥികളെല്ലാം വീക്കാവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് കാല് നിൽക്കാൻ വേദന, ഇരിക്കാൻ വേദന, അങ്ങനെ ഭയങ്കര രാത്രിയൊക്കെ ചുളിചുളാ കുത്തു തുടങ്ങും നമ്മുടെ കാലിനൊക്കെ. നമുക്ക് കാല് നിവർത്തി വെക്കാനും വയ്യ, മടക്കി വെക്കാനും വയ്യ, നീര് വെക്കും കാലിന്റെ ആംഗിളിനൊക്കെ. എന്നിട്ട് വേദന. കാരണം കാൽഷ്യം നമ്മൾ എന്തെല്ലാം കഴിക്കുന്നുണ്ട് കാൽഷ്യം കിട്ടാം, പക്ഷെ ഒന്നും അബ്സോർവ് ആവില്ല. ഓവർ സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ബ്രെയിൻ ഫോഗിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഓവർ സ്ട്രെസ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഇതാണ് കേട്ടോ അത്. പിന്നെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ആരോടെങ്കിലും, ഇപ്പൊ നമ്മുടെ ഇവിടെ ആരെങ്കിലും വന്നു, നമ്മൾ അവരോട് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അത് എന്തായിരുന്നു സംസാരിച്ചാൽ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. എന്ത് സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളത് പോലും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഭയങ്കര ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണം അതൊക്കെ. എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മളിപ്പം വീട് പൂട്ടിയിട്ട് പുറത്ത് പോകാൻ നേരത്തെ വീട് പൂട്ടിയിട്ട് കീ ഒക്കെ എടുത്തോണ്ട് വരും. ഞാൻ കീ ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് എവിടെയും കൊണ്ടുപോകും. പിന്നെ അത് മറന്നുപോയി. ഫോൺ എവിടെയാ വെച്ചേ, കീ എവിടെയാ വെച്ചേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് ഈ പാക്കിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനല്ലേ ഓരോന്നും. അതുകൊണ്ട് തന്നെ എന്തോരം സമയം പോകുമായിരുന്നു അറിയാം. ഓരോരുത്തർ ലിസ്റ്റ് പിന്നെ റിപ്പീറ്റ് നോക്കും. ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ടോ, അത് ഇവിടെ കൊണ്ടുവച്ചത് കറക്റ്റ് ആണോ, അങ്ങനെ കുറെ ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു രക്ഷയില്ലാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് ഓവർ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കയറി നമ്മൾ ഈ ഒരുതരം നാർസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ട്രോമകളിൽ ഒക്കെ പോകുമ്പോൾ നമ്മളെ എല്ലാ ഹെൽത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. ഇങ്ങനത്തെ ബ്രെയിൻ ഫോഗ് വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോവുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെയൊക്കെ മുമ്പ് നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ അവിടെ ഇൻചാർജ് ആയിരുന്നേ. 5 വർഷം ഞാൻ ഡയാലിസിസിലായിരുന്നു. അത് കഴിഞ്ഞപ്പം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറി, അവിടെ ഞാൻ ഇൻചാർജ് ആയിരുന്നേ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കൊരു 1000 കാര്യങ്ങൾ നമ്മുടെ തലയിൽ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ആ ഒരു ദിവസം ഡേ നൈറ്റ് നമ്മൾ ജോലി ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ചെയ്യാനുള്ള ഒരു 20 കാര്യമെങ്കിലും നമുക്ക് ഓർത്തു വെക്കാനുണ്ടാവും. പക്ഷെ ഒന്നും എനിക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്ലിയർ കട്ട് മെമ്മറി ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. മീൻസ് അത്ര ജോലി ചെയ്യാനുള്ള നമുക്ക് ആ ഉത്സാഹം ഉണ്ട്. നമ്മൾ സേഫ്, നമ്മൾ ഒരു മെന്റലി നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും. ഒന്നും നമുക്കൊന്ന് എഴുതി വെക്കുക പോലും ചെയ്യേണ്ട. 20 കാര്യം എനിക്ക് ഓർമ്മയുണ്ടാവും. 1 by 1 ആയിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ എന്താന്ന് പിറ്റേ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും. ഞാൻ സെൽഫ് ഓർക്കാറുണ്ട്. എനിക്ക് എന്തൊരു ഓർമ്മയാ. എല്ലാ കാര്യവും എനിക്ക് ഇങ്ങനെ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ എന്ത് മിടിക്കാൻ ഞാൻ തന്നെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ പല സമയം. ഇത്രയും എല്ലാം എനിക്ക് എത്ര മടുത്താലും ഞാൻ എന്റെ എല്ലാ ജോലികളും റെസ്പോൺസിബിലിറ്റി ചെയ്യാനും എന്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരായിരുന്നു എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾ കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ അഭിമാനത്തോടെ ഓർത്തുകൊണ്ടിരുന്ന സംഗതിയൊക്കെ പോയിട്ട് എന്റെ ദൈവമേ ഇപ്പൊ ഒരു 5-6 വർഷം ഞാൻ നീന്തി കടന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തോ ഒരു ബ്രെയിൻ ഫോഗും സ്ട്രെസ്സും ഡിപ്രഷനും ബോഡി പെയിനും എന്തെല്ലാം അവസ്ഥയൊക്കെയാ പോകുന്നതെന്നറിയോ. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, ഡിപ്രഷനും സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പെറ്റ്സുകളെ വളർത്താൻ തുടങ്ങി. പെറ്റ്സുകളെ വളർത്തുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞ് ഒരു 10% എത്തും. സത്യം പറഞ്ഞാൽ 90% സ്ട്രെസ് ചെയ്യുന്ന. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ മേടിക്കുക എന്നൊക്കെ ഉള്ളത്. ഒരുങ്ങുക, ഡ്രസ്സൊക്കെ മേടിക്കുക, അങ്ങനെ പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി അങ്ങനെ ഒരുങ്ങി നടക്കുക. പിന്നെ പുതിയ ഡ്രസ്സ്. അപ്പൊ ഒത്തിരി വിലേന്റെ മേടിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് വിലേന്റെ മേടിക്കും. അങ്ങനെയാകുമ്പോൾ പുതിയ ഡ്രസ്സുകൾ മേടിക്കും. അത് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കാര്യമാണ്.
അറിയാട്ടോ, ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചാൽ നമ്മൾ അതിന്റെ ഒരു ഓളത്തിലായിരിക്കും കുറെ ദിവസങ്ങൾ അതിട്ട് 2-3 സ്ഥലത്തോടെ പോകുന്നത്. ഇതിപ്പോ ഒരു പുതിയ ഡ്രസ്സാണ്. അപ്പൊ ഇന്നലെ മുതൽ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുമല്ലേ, ഞാൻ നാളെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇടും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങും അങ്ങനെ ഒരുങ്ങും, അങ്ങനെ ഒരു ചിന്ത, അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു കാത്തിരിപ്പും നോക്കിയിരിപ്പും ഒക്കെ അല്ലേ അങ്ങനെ. പിന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ അതേക്കുറിച്ച് ആരെങ്കിലും ഒക്കെ അഭിപ്രായം പറയുന്നത് കേൾക്കാന് അങ്ങനെ. പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ ഇട്ട് 2-3 സ്ഥലത്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, പുറത്ത് പോകണം, അവിടെ പോകുമ്പോൾ ഇതിടാം, ഇവിടെ പോകുമ്പോൾ ഇതിടാം, ഫുഡ് കഴിക്കാൻ പോകുമ്പോ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഓർത്തോർത്ത് ത്രില്ലടിച്ചിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ഡ്രീമുകൾ, അതൊക്കെ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ, അത് നമ്മുടെ ഡിപ്രഷനും സ്ട്രെസ്സും കുറയ്ക്കും. അങ്ങനെ ഡിപ്രഷനും സ്ട്രെസ്സും കുറയ്ക്കാൻ വേണ്ടി ചെടി മേടിച്ച് അതും ചെടികൾ നട്ട് നമ്മുടെ വീടും പരിസരവും ഒരു എന്താ പറയാ ഒരു റിസോർട്ടായി. അതുപോലെ ഡ്രസ്സ് മേടിച്ച് അലമാരി അതുപോലെ മേടിച്ച് കൂട്ടുകൂട്ടി ഇതുപോലെ വെക്കണ്ടേ. അങ്ങനെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മാറിയിടാൻ ഒത്തിരി നാളത്തേനുള്ള ഡ്രസ്സുകൾ ഉണ്ട്. എന്നാലും ഞാൻ പിന്നെ ഒരു സ്ട്രെസ് ഒക്കെ തോന്നുമ്പോൾ എന്തായാലും പുതിയ ചെറിയ വിലന്റെ മേടിക്കും. അതാണ് ഈ ഒത്തിരി ഡ്രസ്സ് മേടിക്കുന്നതിന്റെ സീക്രട്ട് കേട്ടോ. കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്തോരം ഡ്രസ്സാണ്. ആക്ച്വലി സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ മേടിച്ചു തുടങ്ങി. ഇപ്പൊ അതൊരു ഹാബിറ്റ് ആയി, അതൊരു ശീലമായി, അതിന് ഭയങ്കര സന്തോഷം കിട്ടി തുടങ്ങി. അങ്ങനെയാണ്, അഡിക്ഷൻ ആയി എന്ന് പറയാം. അങ്ങനെ അപ്പൊ ഇതിനി ബാക്കിയായിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. ഈ ഒരു ബുഹീനിയ ചെടി പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഒരാൾ ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ട്, പാന്റീസ്, വയറൊതുങ്ങുന്ന പാന്റീസ്, ഇത്രയും വലിയ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട്. പിന്നെ പ്യുവർ കോട്ടൺ ആണ്. പിന്നെ അവരൊരു മൈക്രോ ഫൈബറിന്റെ ചവിട്ടി മേടിച്ചിട്ടുണ്ട്. ഇതിലിതാ 1, 2, 3, 4 മൈക്രോ ഫൈബറിന്റെ ചവിട്ടിയാണ് മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് പിന്നെ ബ്യൂട്ടി ഓയിൽ മേടിച്ചവരുണ്ട്, ബോഡി മോയ്സ്ചർ ഉണ്ട്, കസ്തൂരി മഞ്ഞള്, ലിപ് ബാം പ്ലെയിന്, ഫേസ് വാഷ് പൗഡർ, ബോഡി മോയ്സ്ചർ, അങ്ങനെയൊക്കെ ഇങ്ങനത്തെ കസ്തൂരി മഞ്ഞളും ഇതൊക്കെയാണ്. ഇവരിതാ 5 പാക്കറ്റ് കസ്തൂരി മഞ്ഞളും പിന്നെ ഫേസ് വാഷ് പൗഡറും മേടിച്ചേക്കണേ. അവര് ഗീയും ബ്യൂട്ടി ഓയിലും ഫേസ് വാഷ് പൗഡറും കസ്തൂരി മഞ്ഞളല്ലേ ഇത്, അതെ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ലിപ്പാമൊക്കെ ഇവര് ഗീ മേടിച്ചിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ, അങ്ങനെയൊക്കെയാണ്. ഇത് പാക്ക് ചെയ്തിട്ട് ഇനി ബാക്കി സെക്ഷൻ ഞാൻ കൊണ്ടുവച്ച് പാക്ക് ചെയ്യാം. അപ്പൊ ഇനി ഇപ്പൊ ഈ ട്രിപ്പും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി പാക്ക് ചെയ്തിട്ട് നമുക്ക് ചാക്കിലേക്ക് ആക്കണം. ഇതിനു മുമ്പേ പാക്ക് ചെയ്തൊക്കെ ഞാൻ ചാക്കിലേക്ക് ആക്കി. അതിന് ഇടയ്ക്ക് 1-2 വട്ടം ഞാൻ ഷൂട്ട് ചെയ്തില്ല, വേഗം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോ ഒരു വട്ടം കൂടി പാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അതും കൂടി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് വേഗം കൊടുത്തു വിടാൻ. ഇപ്പൊ തന്നെ 11:45 7:45 മുതൽ ഞാൻ തുടങ്ങിയതാണ് കണ്ടിന്യൂസ് ആയിട്ട് പാക്ക് ചെയ്യണത്. ടൈം എടുക്കും ഇങ്ങനെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം വെള്ളം മാത്രം കുടിച്ചു. അങ്ങനെയാണ്, ബാക്കി പണികളെല്ലാം പെൻഡിങ് കിടക്കുവാണ്. ഇത് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നെ മിറ്റടിക്കണം മുതൽ നമുക്ക് തുടങ്ങണം രാവിലത്തെ. അങ്ങനെയാണ് കുക്കിംഗ്, മിറ്റടി, ക്ലീനിങ്, കുറച്ച് സാധനങ്ങൾ ലേബലൊട്ടിക്കാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ ഇനി ബാക്കി ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. എന്നിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു ട്രിപ്പും കൂടി പാക്ക് ചെയ്തിട്ട് ഞാൻ കൊടുത്തു വിടും കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം സമാധാനമായിട്ട് കൊടുത്തു വിട്ടിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഈ സെയിൽ ചെയ്യുന്ന പാന്റീസ് ഉണ്ടല്ലോ 100% കോട്ടന്റെ ആണ്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ് ഇട്ടുകൊണ്ട് നടക്കാൻ. പുറമേ പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറമേ പോകുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാനത് അഞ്ജുവിന് അയച്ചു കൊടുത്തു, എങ്ങനെയുണ്ടെന്ന് നോക്കണേന്ന് പറഞ്ഞാൽ. അപ്പൊ അവളത് യൂസ് ചെയ്തിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യുന്നേ, അവര് ഫോട്ടോസൊക്കെ എടുക്കുന്ന അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ അവളത് യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എത്ര ഉപകാരമായി, എന്ത് നന്നായിട്ടാണ് ഇത്. നമ്മളെ ഈ ഒരു വയറിന് എന്തായാലും കുറച്ച് മടക്കും ഫാറ്റൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ ഒത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ. അത് എന്ത് നന്നായിട്ടാണ് ഒതുങ്ങുന്നേ. നമ്മൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ രീതിയിൽ. ഇപ്പൊ ഇതെല്ലാവരും നമ്മളെടുത്ത് മേടിക്കുന്നുണ്ട്. ഒരു ട്രിപ്പ് മേടിച്ചവര് ആദ്യം 1-2 ഒക്കെ മേടിച്ചു നോക്കും. അത് കഴിയുമ്പോൾ ഇവര് ഒത്തിരി കൂടുതൽ മേടിക്കും കേട്ടോ. അപ്പം ഇത് 85 സെന്റിമീറ്ററിന്റെ ഉണ്ട്, 90 സെന്റിമീറ്ററിന്റെ ഉണ്ട്, 100 സെന്റിമീറ്ററിന്റെ ഉണ്ട്. അതായത് ലാർജ് ഉണ്ട്, XL ഉണ്ട്, XXL ഉണ്ട് കേട്ടോ. ആ രീതിക്ക് അത് വേണ്ടവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും ഈ ബ്യൂട്ടി ബോക്സ് എന്ന് പറഞ്ഞവരുടെ നമ്മൾ സെയിൽ ചെയ്യുന്ന നിറച്ച് നമ്മുടെ ബ്യൂട്ടി തിങ്സ് ഒക്കെ അങ്ങനത്തെ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഡ്രോ പോലെ അതേപോലത്തെ ഒക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ഫൈബറിന്റെ ഫിലിം മുതൽ എന്തോ ഒരു സാധനങ്ങൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ വന്ന നേരെ കാറ്റലോഗിലേക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ആഭരണങ്ങളും ചെടികളും സ്പൈസസും അതുപോലെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഡ്രസ്സുകളും ഒക്കെ, ഫ്രോക്ക് നൈറ്റി ഒക്കെ ഇപ്പൊ ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ, അതൊക്കെ എല്ലാവരും മേടിച്ചു തുടങ്ങി വീണ്ടും കേട്ടോ. ഈ നല്ല ചുങ്കിടീന്റെ ഫ്രോക്ക് നൈറ്റി ആണ്, കാണാനും നല്ല രസാ. ഒരു ഞൊറിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് തന്നെ കണ്ടോ, നമ്മൾ സാധാരണ ഒരു ലൂസ് കുർത്ത ഇടുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ടൈപ്പ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഏജ് കുറഞ്ഞ പോലെ തോന്നി. ഇച്ചിരി ഫ്രില്ലും അവിടെ ഇവിടെയും കുറച്ച് ഞെറിയും അങ്ങനത്തെ ഫ്രില്ലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ഒരു എങ്ങത്തം വന്ന പോലെ തോന്നും. അതേപോലത്തെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രോക്ക് നൈറ്റി ആ ഒരു ടൈപ്പാണ്. കൈക്കൊക്കെ നല്ല ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്, താഴേക്ക് ഒരു ഞൊറിയും നല്ല ബോഡി ഷേപ്പും കൊടുത്തിട്ടുണ്ട്, പോക്കറ്റും ഉണ്ട്, വള്ളിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കെട്ടിവെക്കാനും. നല്ല പ്യുവർ കോട്ടനുമാണ്. അതുകൊണ്ട് തന്നെ ഫ്രോക്ക് നൈറ്റി ഒക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രോഡക്റ്റും സംതിങ് ഡിഫറെന്റ് ആണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ.
പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മളിപ്പോ എല്ലാം അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് മറക്കരുത്. പിൻകോഡ്, ഫോൺ നമ്പർ എഴുതാനോ, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വേണം കേട്ടോ. അത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചേക്കണേ. ചില സമയത്ത് ഞാൻ പൈസയൊക്കെ നിങ്ങൾ പേ ചെയ്യും, പിന്നെ ഞാൻ അപ്പൊ ചിലപ്പോൾ നോട്ട് ചെയ്യില്ല, അതിൽ പിൻകോഡ് ഇല്ല എന്നൊക്കെ ഉള്ളത്. അവസാനം ഇങ്ങനെ പാക്ക് ചെയ്ത് ലേബൽ ഒട്ടിച്ച് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളി വരിക, ഇതിൽ പിൻകോഡ് എഴുതിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ ആ പ്രോഡക്റ്റ് അന്ന് പോകത്തില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോയി എടുത്ത് അങ്ങനെ അടുത്ത പ്രാവശ്യം കൊറിയർ വിടുമ്പോൾ അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് മറക്കാതെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ മസ്റ്റാ. വേറെ എന്ത് എഴുതിയില്ലെങ്കിലും കേട്ടോ. അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും എഴുതിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുന്ന കൂട്ടത്തിൽ തന്നെ കാറ്റലോഗ് നോക്കി നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി, ഏതൊക്കെ പ്രൊഡക്റ്റ് വേണം എന്താന്നൊക്കെയുള്ള. പിന്നെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ പലവട്ടമായിട്ട് അശ്വിനോട് പറയണ, അത് ടൈം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ പ്രൊഡക്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതങ്ങനെ എന്തായാലും കാറ്റലോഗിലേക്ക് വന്നോളൂ. വാട്സപ്പ് ഇവിടെയാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ പിന്നെ എൻ്റർ ആക്കിയേക്കുന്നത് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന ചെടികളാണെങ്കിലും ക്രീപ്പർ പ്ലാന്റ്, കമേലിയും ഒക്കെ വെയിലുള്ള കാലാവസ്ഥയിൽ നിൽക്കുന്ന ടൈപ്പാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒത്തിരി കാലം, ഒരു 10-30 വർഷം പിടിച്ചു കിട്ടിയാൽ പിന്നെ പോവാത്ത വിധത്തിലുള്ള ക്രീപ്പർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്രയും ഭംഗിയുള്ളത് കേട്ടോ. എപ്പോഴും നമ്മുടെ വീടിന്റെ ചുറ്റും, ഞാനിപ്പോ സ്ട്രെസ്സും ടെൻഷനൊക്കെ മാറാനും ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ നട്ടതെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുറ്റും കുറച്ച് പച്ചപ്പും കുറച്ച് പൂക്കളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു എക്സ്ട്രാ സന്തോഷം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്ത ഫീലാണ് നമുക്ക് രാവിലെ ഇറങ്ങി മുറ്റത്തോടെയൊക്കെ ഇത്രയും തണുപ്പും പച്ചപ്പും അതിന്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നട്ട ചെടികളിലൊക്കെ വിരിയുന്ന പൂക്കളൊക്കെ കണ്ട് കേട്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ. എന്തോരം ജീവിതാനുഭവങ്ങളിലേക്കൂടെ, എന്തോരം വേദനകളിലേക്കൂടെ ഞാൻ കടന്നു പോയപ്പോഴും ഇത്രയും നാള് നിങ്ങളൊന്നും അറിയാതെ ഞാനിതെല്ലാം പിടിച്ചു വെച്ചോണ്ടിരുന്നത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എന്റെ മാക്സിമം എന്റെ മെന്റൽ സ്ട്രെങ്ത് എടുത്ത് ഞാൻ എല്ലാം ആരെയും ഒന്നും അറിയിക്കാതെ വെച്ചോണ്ടിരുന്നതിന്റെ കാര്യവും ഇത്തരം കാര്യങ്ങളൊക്കെ എന്നെ ഒരു സൈഡിൽ കൂടെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നുണ്ടാട്ടോ. പിന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു തൂയി പോകുന്ന ഒരു സമയം, ഇനി ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സമയത്താണ് നമ്മളെല്ലാം എല്ലാരോടും എല്ലാം തുറന്നു പറയാൻ കാര്യമൊക്കെ ചെയ്യുന്നത്. അത് പോട്ടെ, യഥാവശം അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയുവാണ്, പൊതുവേ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാൻ ചെടികളും അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സെൽഫ് ലവിന്റെ കാര്യങ്ങളായിട്ട് ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുക, നമ്മുടെ ഹെൽത്ത് നോക്കാൻ കുറച്ച് ഹെൽത്ത് പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുക എന്നുള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തു വെക്കണം. പക്ഷെ എനിക്ക് അയക്കണ്ട, എന്തെങ്കിലും പ്രോഡക്റ്റ് പൊട്ടുവോ അല്ലെങ്കിൽ ചെതറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അപ്പൊ ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയക്കാം. അപ്പൊ അതൊരു പ്രൂഫ് ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടാ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും, ഇല്ലെങ്കിൽ ഞാൻ രണ്ടാമത് അയച്ചു തന്നെങ്കിൽ എന്റെ ഇന്ന് കൊറിയർ ചാർജ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ കിട്ടുമ്പോ ഒന്ന് പിന്നെ ഓപ്പൺ വീഡിയോ എടുത്തു വെച്ചോളൂ കേട്ടോ. അതായിരിക്കും നല്ലത്. പിന്നെ ഒരു പ്രശ്നമോ വഴക്കോ അങ്ങനത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലൊന്നും വേണ്ടല്ലോ, അങ്ങനെ എടുത്തു വെച്ചോളൂ. എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. ആ ഒരു രീതിയിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാനുള്ളത്, നമ്മുടെ വീടിന്റെ ഒക്കെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള മൈക്രോ ഫൈബറിന്റെ ഒത്തിരി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നല്ല മോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ കിച്ചൺ സിങ്ക് ക്ലീനർ എന്ന് പറയുന്ന, മാജിക് ക്ലീനർ എന്ന് പറയുന്നത്, അത് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള കുറെ പ്രൊഡക്റ്റുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ കാറ്റലോഗിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കിയോളൂ. നിങ്ങൾക്ക് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലും ഒരു കോളേജ് സ്റ്റുഡന്റ് എന്നുള്ള നിലയിലും ഒരു ലേഡി എന്നുള്ള നിലയിൽ നമ്മൾ ലേഡികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. അത്രമാത്രം പ്രയോജനമുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത് ഒന്ന് കാറ്റലോഗിൽ വന്ന് നോക്കിക്കോളൂ. വാട്സപ്പിലേക്ക് എനിക്ക് ഹായ് വിട്ടിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ അനിയത്തിമാർക്കും അമ്മമാർക്കും എന്തായാലും നിങ്ങൾ അയച്ചു കൊടുക്കണം, ഫ്രണ്ട്സിനും കേട്ടോ. അപ്പൊ അവർക്ക് ഉപകാരമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് മേടിച്ചോട്ടെ. എനിക്കും അതൊരു ഉപകാരമാകും. നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്യും. എനിക്കും ഇതൊരു ഉപകാരം. അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ മേടിക്കാനും പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ടോ ബ്യൂട്ടി ബോക്സ്, അതുപോലെ കോക്കനട്ട് ഓയിൽ ഡിസ്പെൻസർ ഉണ്ട്, സ്റ്റീലിന്റെ ആണ്. അതൊക്കെ ഒത്തിരി ഉപകാരമുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ സോപ്പ് സൊല്യൂഷനൊക്കെ ഒഴിച്ചു വെക്കുന്ന കിച്ചണിൽ അതിന് വേണ്ടിയിട്ടുള്ളത്, അതൊക്കെ ഒരുപാട് ഉപകാരമുള്ള. ഒരു വട്ടം നിങ്ങൾ മേടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഓരോ ദിവസം ഇടുന്ന ഡ്രസ്സിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാറുണ്ട്. ഇന്നത്തെ ഡ്രസ്സൊക്കെ ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. നമ്മുടെ ഇവിടെ അടുത്തൊരു ബ്യൂട്ടിക്ക് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. അപ്പൊ അങ്ങനത്തെ അല്ലാത്ത ബാക്കിയെല്ലാം അന്നന്ന് ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാതെ വേണമെങ്കിൽ വാട്സപ്പിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുകയും ചെയ്യാം.
കോഫി ക്യൂബ്സ് ഒഴിച്ച് നമ്മുടെ ഒരു പ്രൊഡക്റ്റുകളും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറെ പേര് ബോഡി മോയ്സ്ചറും ലിപ്പാമും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കണം. ഒന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗീ ഒന്നും ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കണ്ട. അതൊക്കെ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. നല്ല നാടൻ ഗീ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഗീയൊക്കെ എന്തായാലും ഒരു 1/4 ടീസ്പൂണെങ്കിലും ഡെയിലി നമ്മൾ ഫുഡിന്റെ ഒന്നുകിൽ കറിയിൽ ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദോശ പിന്നെ അതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പരട്ടുക, അങ്ങനെയൊക്കെ കഴിക്കുക ആ ഒരു രീതിയിൽ. എന്നാലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കൊളാജനൊക്കെ ഉണ്ടായി ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒത്തിരി ഘടകങ്ങൾ നമുക്ക് ഗീയിൽ കൂടി കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും നല്ല ശുദ്ധമായ നാടൻ ഗീ ഒക്കെ മേടിക്കുന്നത് കേട്ടോ. അതേപോലെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ അത്രയും നല്ലതാണ് കേട്ടോ. ഡ്രസ്സുകളാണെങ്കിലും ബാക്കിയുള്ളത് ഈ ബ്രാ നല്ല ഷേപ്പ് തോന്നുന്ന വിധത്തിലുള്ള ബ്രാ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പാഡ് വെച്ചതുകൊണ്ട് ബ്രസ്റ്റ് സൈസ് ഒക്കെ കുറവുള്ളവർക്ക് വേണ്ടിയിട്ട്, പിന്നെ അല്ലാത്തത് നല്ല റൗണ്ട് ഷേപ്പ് തോന്നുന്ന വിധത്തിലുള്ളതും അത് നിങ്ങൾ സൈസ് പറഞ്ഞ ആ രീതിയിലുള്ളത് മേടിച്ചോളുക. നോക്കിയിട്ട് കളർ ഒന്നും സെയിം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അയക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അത് എക്സാക്ട് കളർ ആയിരിക്കില്ല ഫോട്ടോയിൽ കൊടുത്തേക്കുന്നത്, പക്ഷെ സംഭവം എല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ. അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ മിക്കവരുടെ ഒരു പ്രശ്നം നമ്മുടെ ഉപ്പൂറ്റി ഭയങ്കരമായിട്ട് പൊട്ടുന്ന ചൂട് കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഒരു കല്ലോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പാറക്കല്ലൊക്കെ നമ്മൾ ബാത്റൂമിൽ കൊണ്ടിട്ടിട്ട് അതിൽ നന്നായിട്ട് കാലിൽ ഉപ്പൂറ്റി ഒന്ന് ഉരച്ചിട്ട്, പിന്നെ നമ്മൾ വിവാക്സിന്റെ ഈ ക്രാക്ക് ബാം സെയിൽ ചെയ്യുന്നുണ്ട്, അടിപൊളിയാണത്. അത് തേച്ചിട്ട് അങ്ങ് കിടക്കുക. വേണമെങ്കിൽ സോക്സ് ഇട്ടിട്ട് കിടക്കുക. ഇനി ചൂടാണെങ്കിൽ സോക്സ് ഇടണമെന്നില്ല. അത് ഇട്ടിട്ട് തേച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം ഒരു 2-3 ദിവസം അങ്ങനെ നമ്മൾ നന്നായിട്ട് കാലൊരച്ച് തേച്ച് കഴുകി പിന്നെ ഈ വിവാക്സിന്റെ ക്രാക്ക് ബാം തേക്കുമ്പോൾ തന്നെ വ്യക്തമായ ചേഞ്ചസ് വരും. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഉപ്പൂറ്റി പൊട്ടലും ഒക്കെ മാറും. അതുപോലെ തന്നെ പ്ലെയിൻ ലിപ്പ് ബാം, ഇനിയിപ്പോ ഒന്നും മേടിച്ചില്ലെങ്കിൽ നിങ്ങളൊരു പ്ലെയിൻ ലിപ്പ് ബാം മേടിച്ചോണം. ചുണ്ടിന്റെ കെയറിന് വേണ്ടിയിട്ട്. ചുണ്ട് നന്നായിട്ട് പൊട്ടാതെ, ചുണ്ട് പൊട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, ഇങ്ങനെ ചോര വരുമ്പോലെ ആകും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ, പെയിനും എല്ലാം ആയിട്ട്. അപ്പൊ ഈ വിവാക്സിന്റെ ലിപ്പ് ബാം ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ലിപ്സ്റ്റിക്കിന് പകരമാണ് നമ്മൾ റെഡും പിങ്കും അതുപോലെ ന്യൂഡ് ഷെയ്ഡും സെയിൽ ചെയ്യുന്നത്. അതിൽ ബീട്രൂട്ട് പൗഡറും എഡിബിൾ ഫുഡ് കളറും നമ്മൾ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫ്രീ ആണ്. അങ്ങനെ വിവാക്സ് കോക്കനട്ട് ഓയിലും അതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിക്കും അടിപൊളി സാധനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പേടിക്കാതെ എന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ധൈര്യമായിട്ട് സമാധാനത്തോടെ ഉപയോഗിക്കാം. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു കേട്ടോ. ഇതിനു മുമ്പ് അമൃതേനെ ഞാൻ വിളിക്കുമായിരുന്നു മിക്കപ്പോഴും കേട്ടോ. അവളുള്ളപ്പോ ഭയങ്കര എന്താ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ജോലിക്കൊക്കെ ഹെൽപ്പായിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിന്നിങ്ങനെ പാക്ക് ചെയ്ത് മടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കൂട്ടോ. ഒരു രക്ഷയില്ല, നമ്മൾ തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലിരുന്ന് ദൈവം ഇനി ആ പണികൾ ചെയ്യാണ്ടല്ലോ ഈ പണികൾ ചെയ്യാണ്ടല്ലോ അങ്ങനെ കുറെ ചിന്തകളും കൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ. എന്നാലും ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ഞാനിവിടെ ഒരു ബോർഡ് ഉണ്ട് എനിക്കിങ്ങനെ. ആ ബോർഡിൽ ഞാൻ തലേദിവസം ഇങ്ങനെ മനസ്സിൽ വരുന്ന എല്ലാം എഴുതി വെക്കൂട്ടോ, പിറ്റേ ദിവസം ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ വന്ന് ടിക്കിടും. അപ്പൊ നമുക്കൊരു ത്രില്ല, ഓക്കെ ഒരു പണിയും കൂടി കഴിഞ്ഞു അങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ച് ക്ഷീണം തോന്നിയാലും, പക്ഷെ ഇതിന്റെ ഇടയ്ക്കൂടെയൊക്കെ ഞാൻ 5-10-15 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുക്കൂട്ടോ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്കുകളോ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല, അങ്ങനെ ചെയ്യും. പിന്നെ സന്തോഷമാണ്, എന്തൊക്കെയാണെങ്കിലും സന്തോഷമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റ് പോകാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ജോലികളൊക്കെ ഒരു ദിവസം മാക്സിമം ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളത് അത് സന്തോഷമാണ്. അതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒക്കെ അതൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ആ ഒരു രീതിയിൽ അതൊക്കെ സന്തോഷമാണ്. എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർക്കൂട്ടോ, ദൈവമേ കൂടെ ഇപ്പൊ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെ ഒരു ഗ്ലാസ് ചായ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർക്കൂട്ടോ ഇടയ്ക്ക്. പിന്നെ സാരമില്ല, നമ്മൾ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. കുറെ പേര് ചോദിക്കും ജോലിക്കാരെ നിർത്തിക്കൂടെ. ആക്ച്വലി ജോലിക്കാർക്ക് ചെയ്യാനുള്ള ജോലി അല്ല ഇവിടെയുള്ളത്. എല്ലാം ഏകദേശം ഞാൻ തന്നെ ചെയ്യേണ്ട ജോലികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം ഓരോ പ്രൊഡക്റ്റ് അതിന്റെ ലേബിളൊട്ടിക്കലും കാര്യങ്ങളും, ഇപ്പൊ ഓർഡർ എടുക്കണം, അതെല്ലാം പാക്ക് ചെയ്യണം, അയക്കണം, ഇതൊക്കെ വേറൊരാളെ ഏൽപ്പിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ജോലിക്കാർക്ക് ചെയ്യേണ്ട ജോലികളല്ല ആക്ച്വലി ഇവിടെ ഉള്ളത്. ഫൈനലി നമുക്ക് ഇതും കൂടിയാണ് പാക്ക് ചെയ്യാനുള്ളത്. ബോഡി മോയ്സ്ചർ, ലിപ് ബാം, പിന്നെ ദോശക്കല്ലിലൊക്കെ എണ്ണ വരുത്തുന്ന ചകിരി, പിന്നെ നമ്മുടെ വെട്ടിവെറ റൂട്ട് പൗഡർ, പാത്രമൊക്കെ കഴുകുന്ന അതുപോലത്തെ അലുമിനിയം ഫോയില്, പിന്നെ ഇത് ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. തിങ്സ് ഒക്കെ ഇട്ട് വെക്കാനാണ്. അത് ഒരാൾ മേടിച്ചേക്കണേ. പിന്നെ അടുത്ത ആൾ മേടിച്ചേക്കണേ ഒരു പാത്ത് ബ്രഷ്, കസ്തൂരി മഞ്ഞൾ, ഗീ, ഹണി, പിന്നെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ മുറിച്ച് നമുക്ക് ഇടാൻ പറ്റുന്ന മൈക്രോ ഫൈബറിന്റെ ഫിലിമാണ് കേട്ടോ. അത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരാള്. പിന്നെ ഒരാൾ മേടിച്ചിരിക്കുന്നത് രക്തശാലി ഫേസ് പാക്കും ബോഡി മോയ്സ്ചറും ഹെയർ ഓയിലും ആണ്. പിന്നെ ഒരാൾ മേടിച്ചിരിക്കുന്നത് ബോഡി മോയ്സ്ചറും പാൻറ്റീസ്, വയറൊതുങ്ങുന്ന പാൻറ്റീസും, ഗീയും, വെട്ടി റൂട്ട് പൗഡർ, പ്ലെയിൻ ലിപ് ബാം, കസ്തൂരി മഞ്ഞൾ, ഇത്രയും കൂടി ഞാൻ പെട്ടെന്നൊന്ന് പാക്ക് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഫൈനൽ പാക്കിംഗ് ആണ്. പെട്ടെന്ന് കൊടുത്തു വിടാന്നിട്ട്. അപ്പൊ
അപ്പൊ കൂട്ടുകാരെ ഫൈനലി നമ്മള് ഗേറ്റ് ഒക്കെ തുറന്ന് ഡോഗ്സിനൊക്കെ കൂട്ടി കയറ്റി എന്നിട്ട് നേരെ നമ്മുടെ ചാക്കിൽ 3-4 ചാക്കിലുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവന്ന് ഗേറ്റിന്റെ അടുത്ത് വെച്ചു. ബെനിച്ചേട്ടനെ വിളിച്ചപ്പോ ബെനിച്ചേട്ടൻ ഇപ്പൊ വന്നെടുത്ത് കൊണ്ട് കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ സമാധാനമായി. അത്രയും വലിയൊരു പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഇനി ഞാന് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വീട്ടിലെ ഡ്യൂട്ടി ഡ്രസ്സിലേക്ക് മാറും. എന്നിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം ഞാൻ എന്തായാലും. പിന്നെ ഒത്തിരി മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, അപ്പൊ അതെല്ലാം നോക്കണം, റിപ്ലൈ കൊടുക്കണം, ഓർഡർ ഒക്കെ ഉണ്ടാവും, അതൊക്കെ എടുക്കണം. പിന്നെ ഒത്തിരി സംസാരിക്കാൻ വേണ്ടിയിട്ട് വോയിസ് വിടുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ അതിനെല്ലാം റിപ്ലൈ കൊടുക്കും, അതെല്ലാം കഴിയും. അപ്പൊ ആ കൂടെ ചായ വെക്കൂട്ടോ. ഞാൻ ഭയങ്കര ചായ അഡിക്റ്റാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതുപോലെ കുറച്ച് ഞാൻ ചായ അടിക്കാട്ടോ. വേഗം എന്ത് പണി ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു ചായ വെക്കും. എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാവും, അതെടുക്കും. നമ്മൾ തന്നെ നമ്മൾ ഇന്ന് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു സന്തോഷം, സമാധാനം. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, സമാധാനം. അങ്ങനെ അത് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് റീൽസ് ഒക്കെ കണ്ട് അങ്ങനെ പിന്നെ അടുത്ത ജോലിയിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് എന്റെ ദിവസങ്ങൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരി കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ, അല്ലെങ്കിൽ നേരെ എനിക്കൊരു ഹായ് വിട്ടോളൂ, നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.